ആളുകളെ കൊലപ്പെടുത്താനും അക്രമം നടത്തി വരുതിയിലാക്കാനും ഭീഷണിപ്പെടുത്തി സമൂഹത്തെ നിയന്ത്രിക്കാനും ഹിറ്റ്ലർ ഉപയോഗിച്ച ഗെസ്റ്റപ്പോ സംവിധാനത്തെ പോലെയാണ് CPIM-നും പിണറായി വിജയനും കേരളത്തിൽ SFI ഉപയോഗപ്പെടുത്തുന്നത്. രണ്ട് സംവിധാനങ്ങളെ കേരളത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും ഉപയോഗപ്പെടുത്തുകയാണ്. ഒന്ന് ക്രിമിനൽ കൊട്ടേഷൻ സംഘമാണ്, രണ്ട് SFI എന്ന വിദ്യാർത്ഥി സംഘടനയാണ്. ഈ രണ്ട് സംവിധാനങ്ങളും ഉപയോഗിച്ച് ഒന്ന് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെയും അതുപോലെ തങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന ദൗത്യ നിർവഹണത്തിനും പൊതുസമൂഹത്തിൽ ഉപയോഗിക്കുന്നതാണ് കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങൾ. ആ സംഘത്തിന്റെ പ്രധാന ഇരയായിരുന്നു TP ചന്ദ്രശേഖരൻ. SFI ഉപയോഗിക്കുന്നത് ക്യാമ്പസുകളിൽ തങ്ങളുടെ അധീശത്വം നിലനിർത്താനും രാഷ്ട്രീയ പ്രതിയോഗികളെ, നിഷ്പക്ഷ വിദ്യാർത്ഥികളെ ഉന്മൂലനം ചെയ്യാനും കീഴ്പ്പെടുത്താനും ഭീതിതമായ അന്തരീക്ഷമുണ്ടാക്കി തങ്ങളുടെ അധികാരപ്രമത്തത നിലനിർത്താനും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് SFI. സാധാരണക്കാരുടെ മക്കളാണ് സ്കൂളുകളിലേക്ക്, കോളേജുകളിലേക്ക് പോകുന്നത്. ഇവർ പോകുന്ന സമയത്ത് ഇവരാരും തന്നെ ക്രിമിനലുകളല്ല. ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം, SFI ആകുന്നതോടുകൂടി നല്ല മൂല്യ ഗുണങ്ങളുള്ള സാധാരണക്കാരന്റെ മക്കൾ എങ്ങനെ ക്രിമിനലുകളായി മാറുന്നു എന്നുള്ള ഗൗരവതരമായ ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നു. ഇത് തിരുത്താനും മറുപടി പറയാനുമുള്ള ബാധ്യത SFI-ക്കുണ്ട്, CPIM-നുണ്ട്. ഇത് സംഭവിക്കുന്നതിന്റെ യഥാർത്ഥ പ്രശ്നം ഈ ക്രിമിനൽ സംഘത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകുന്ന പൊളിറ്റിക്കൽ പാട്രിയോട്ടിസമാണ്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തലോടലാണ് ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന പ്രചോദനം. ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും നിരപരാധികളായിട്ടുള്ള ആളുകളെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ ശ്രമം നടത്തുമ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളുടെ ഹീറോയും വഴികാട്ടിയും. മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയത് ജീവൻ രക്ഷാ പ്രവർത്തനമാണോ? മുഖ്യമന്ത്രി മറുപടി പറയണം. കണ്ണൂരിൽ പഴയങ്ങാടിയിൽ നടന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നാവും പ്രവർത്തനവുമാണ് സിദ്ധാർത്ഥിന്റെ അടക്കമുള്ളതായിരിക്കുന്ന കൊലപാതകത്തിലേക്ക് SFI ക്രിമിനലുകൾക്ക് കിട്ടിയതായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനം. ഈ ക്രിമിനലുകൾക്കുള്ള ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പോലീസുകാർക്ക് നല്ലത് ചെയ്താൽ കൊടുക്കുന്ന ഗുഡ് സർവീസ് എൻട്രി പോലെ SFI DYFI ക്രിമിനലുകൾക്ക് മുഖ്യമന്ത്രി നൽകിയതായിരിക്കുന്ന ഗുഡ് സർവീസ് എൻട്രിയാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള പദപ്രയോഗം. ആ പദപ്രയോഗമാണ് സിദ്ധാർത്ഥിന്റേത് അടക്കമുള്ളതായിരിക്കുന്ന കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചിട്ടുള്ളത്. SFI മൃഗീയവും പ്രാകൃതവുമായ
സംഘടന അതീശത്വ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഭീകര സംഘടനയായി SFIയും SFIയുടെ പ്രവർത്തകന്മാരും മാറിയിട്ടുണ്ട്. ഗൗരവതരമായിട്ടുള്ള സാഹചര്യമാണ് ക്യാമ്പസുകളിൽ അരങ്ങേറിയിട്ടുള്ളത്. വെറ്ററിനറി യൂണിവേഴ്സിറ്റി മാത്രമല്ല, കേരളത്തിലെ ഏകധ്രുവ ക്യാമ്പസുകൾ, തങ്ങൾ മാത്രം എന്നുള്ള ക്യാമ്പസുകൾ അവർ നിലനിർത്തുന്നത് സമാനമായ അക്രമങ്ങളിലൂടെയാണ്. ഞാൻ ചോദിക്കുന്നു, എങ്ങനെ ഒരു SFIയുടെ യൂണിറ്റ് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒരു കോളേജ് യൂണിയൻ ചെയർമാന് എങ്ങനെയാണ് ഒരാൾക്കൂട്ട ആക്രമണത്തിന് കുട്ടികളെ മുഴുവൻ ചുറ്റും നിർത്തി മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത് 3 ദിവസം പട്ടിണിക്കിട്ട് കൊല നടത്തി കെട്ടിത്തൂക്കാൻ എങ്ങനെ ഒരു യൂണിയൻ പ്രസിഡന്റിനും SFI സെക്രട്ടറിക്കും പ്രസിഡന്റിനും സാധിക്കുന്നു? അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? അതിനർത്ഥം അവരുടെ മാനസികാവസ്ഥയും മനസ്സും കൊടും ക്രിമിനലുകളേതായി മാറി എന്നുള്ളതാണ്. അതിന്റെ യഥാർത്ഥ ശില്പിയും വഴികാട്ടിയും രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് പ്രയോഗിച്ച മുഖ്യമന്ത്രിയാണ്. ഇതിനെതിരായി സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി സിദ്ധാർത്ഥിനെ കൊന്നതാണ് എന്ന ക്യാപ്ഷനോടുകൂടി നീതിക്കായി പ്രക്ഷോഭ പരമ്പര കോൺഗ്രസ് ആവിഷ്കരിക്കുന്നു. നാളെ വയനാട്ടിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വെറ്ററിനറി യൂണിവേഴ്സിറ്റി മാർച്ച് നടക്കുകയാണ്. നാളെ വൈകുന്നേരം കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ തീപ്പന്ത തെരുവുകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കോൺഗ്രസ്. നാളെ വൈകുന്നേരം എല്ലാ ബ്ലോക്കുകളിലും തീപ്പന്ത തെരുവുകൾ. സിദ്ധാർത്ഥിനെ കൊന്നതാണ് നീതിക്കായി കോൺഗ്രസ് പ്രക്ഷോഭ പരമ്പര. മാർച്ച് 2 നാളെ വൈകുന്നേരം 5 മണിക്ക് മുഴുവൻ ബ്ലോക്കുകളിലും തീപ്പന്ത തെരുവുകൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ലിച്ചു പറയും. സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് വഴിതെളിച്ചിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, SFIയുടെ നേതൃത്വത്തിൽ ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ അക്രമ പ്രവർത്തനങ്ങൾ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിലെ ക്യാമ്പസുകളിൽ പതിറ്റാണ്ടുകളായി തന്നെ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഭീതിയുടെയും അക്രമത്തിന്റെയുമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ ചെന്നാൽ ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് SFIയുടെ കായികമായ ആക്രമണമാണ്. തങ്ങളുടേതല്ലാത്ത അല്ലെങ്കിൽ തങ്ങളോട് അനുഭാവമില്ലാത്ത വിദ്യാർത്ഥികളെ ശാരീരികമായി ആക്രമിക്കുകയും ഈ ശാരീരിക ആക്രമണം സൃഷ്ടിക്കുന്ന ഭീതി കൊണ്ട് ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളെ തങ്ങളോടൊപ്പം നിർത്തുക എന്ന ഒരു ഫാസിസ്റ്റ് സമീപനമാണ് SFI കഴിഞ്ഞ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു ഔട്ട്കം, ഇതിന്റെ ഒരു പ്രശ്നം നമ്മുടെ ക്യാമ്പസ് ജനാധിപത്യം, ക്യാമ്പസിലെ സംവാദാത്മകമായ ജനാധിപത്യം, ആശയപരമായ ചർച്ചകളുള്ള സംവാദങ്ങളുള്ള ജനാധിപത്യത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു. ക്യാമ്പസിൽ
സംഘർഷങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകും. ഇതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ക്യാമ്പസ് ജനാധിപത്യം എന്നത് ഒരു ഏതോ ഒഴിവാക്കേണ്ട ഒന്നാണ് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. ഇത് നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തെ തന്നെയാണ് ബാധിക്കുന്നത്. നമുക്ക് ക്യാമ്പസുകളുടെ ജനാധിപത്യം വീണ്ടെടുക്കണം, ക്യാമ്പസുകളെ അക്രമമുക്തമാക്കണം, ആശയ സംവാദത്തിന്റെ വേദികളായി ക്യാമ്പസുകൾ മാറണം, സൗഹൃദങ്ങൾ ഉണ്ടാകണം, പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകണം. അപ്പൊ ഈ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞാൽ, സിദ്ധാർത്ഥ എന്ന കുഞ്ഞ്, സിദ്ധാർത്ഥ എന്ന കുട്ടി, രാവിലെ ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിനൊപ്പം ഞങ്ങൾ ഇന്ന് അവിടെ പോയിരുന്നു. ഞാനും സി ടി സിദ്ദിഖും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ തന്നെ അവിടെ പോയിരുന്നു. ഞങ്ങളവിടെ കണ്ടത് തകർന്നു പോയ മനുഷ്യരെയാണ്. സ്വന്തം മകനെ 3 ദിവസം പട്ടിണിക്കിട്ട് അതിക്രൂരമായി വിവസ്ത്രനാക്കി മർദ്ദിച്ച് കൊന്നതാണെന്ന് തിരിച്ചറിയുന്ന ഒരു പിതാവിന്റെയും മാതാവിന്റെയും ദുഃഖം നമ്മളവിടെ കാണുകയാണ്. എന്നിട്ട് ഈ ക്രൂരമായ മർദ്ദനമുണ്ടായി ഈ കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ആ കുട്ടിയുടെ മൃതശരീരം വീട്ടിലെത്തി വരുമ്പോഴും ഈ കുട്ടിയെ ഇത്ര ഭീകരമായി ആക്രമിച്ച വിവരം അധ്യാപകർ ഈ കുടുംബത്തെ അറിയിക്കുന്നില്ല. കൂടെ പഠിച്ചിരിക്കുന്ന കുട്ടികൾ, ഭീതിയുടെ ഒരു തടവറയിൽ നിൽക്കുന്ന സഹപാഠികൾ പോലും ഈ കുട്ടികൾ വന്ന് ഞങ്ങളുടെ സഹപാഠി ഇത്ര ക്രൂരമായി കഴിഞ്ഞ 3 ദിവസങ്ങളിൽ പൂട്ടിയിട്ട് ആക്രമിച്ചു എന്ന വിവരം മാതാപിതാക്കളോട് പറയുന്നില്ല. അവസാനം അവര് പറയുന്നത് പൊട്ടിപ്പോയ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലെ വിങ്ങല് സഹിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം കുട്ടികൾ വന്ന് ചെവി രഹസ്യമായി പറയുകയാണ്. അതും നേരെ പറയാനുള്ള ധൈര്യമില്ല, രഹസ്യമായി വന്ന് പറയുകയാണ്, ഇങ്ങനെ സിദ്ധാർത്ഥിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിഭീകരമായി മർദ്ദിച്ചു. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിലാണ് മർദ്ദിച്ചത്. അവർക്ക് ഈ കുട്ടിയെ ഇഷ്ടമായിരുന്നില്ല, മിടുക്കനായിരുന്ന ഒരു കുട്ടി, 1ാം വർഷ ക്ലാസ്സിൽ രാഷ്ട്രീയമില്ലാതെ ക്ലാസ് പ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുട്ടി തങ്ങളോടൊപ്പം ചേരാത്തതിന്റെ പേരിൽ അവന്റെ മിടുക്ക് കാരണം അവന് ക്യാമ്പസിലുള്ള സൗഹൃദങ്ങളിൽ അസൂയാലുക്കളായിരിക്കുന്ന ഈ SFIയുടെ യൂണിറ്റ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് കൊന്നതാണെന്ന് ആ മാതാപിതാക്കളോട് പറയുകയാണ്. അവരതിന്റെ പിന്നാലെ അന്വേഷിക്കുകയാണ്. അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണുമ്പോൾ 3 ദിവസമായി ആ കുട്ടിക്ക് ഭക്ഷണം കഴിച്ചില്ല. ആ പിതാവ് പറഞ്ഞത് ജലാംശം ഉണ്ടായിരുന്നില്ല എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് നിന്ന്, അവനെ കൊല്ലുന്നതിന് മുമ്പ് അവന് ഭക്ഷണമെങ്കിലും കൊടുത്തുകൂടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അവരൊരിക്കലും കരുതുന്നില്ല. അവരുടെ ആ മുറിവുകളുടെ സ്വഭാവം വെച്ച് ഡോക്ടർമാർ അവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഈ മാരകമായ ചവിട്ടേറ്റ ഒരു കുട്ടിക്ക് എഴുന്നേറ്റ് നിന്ന് തൂങ്ങി മരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ക്രൂരമായിട്ട് ചവിട്ടി ഉപദ്രവിച്ച് പട്ടിണിക്കിട്ട് ജലം പോലും കൊടുക്കാതെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കിയതാണെന്നുള്ള സംശയം അവിടെ പറയുകയാണ്. ഞാൻ ഇതിലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ക്യാമ്പസുകൾ എങ്ങനെയാണ് ഇത്രമാത്രം ഭീതിയിൽ അമരുന്നത്? എങ്ങനെയാണ് അവിടെ പഠിക്കുന്ന കുട്ടികൾ ഒന്നടങ്കം ഈ ഫാസിസ്റ്റ് ഭീഷണിയിൽപ്പെട്ട് തങ്ങൾക്കും ഈ വിധി ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് ഭീതിയുടെ ഒരു തടവറയിലാകപ്പെടുന്നത്? നമുക്കത് ഗൗരവമൂലം അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം, ഞങ്ങൾ ഈ വിഷയത്തിൽ സിദ്ധാർത്ഥിന്റെ ഈ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഭീതിയുടെയും സംഘർഷത്തിന്റെയും സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു? കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ ഇന്ന് ആരുടെ നിയന്ത്രണത്തിലാണ്? പഠനം കഴിഞ്ഞ് പുറത്തു പോയിട്ടും SFIയും മാർക്സിസ്റ്റ് പാർട്ടിയും നിയന്ത്രിക്കുന്ന അക്രമത്തിന്റെ കങ്കാണികളുടെ നിയന്ത്രണത്തിലാണെന്ന് കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകൾ. ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്ന യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിൽ തന്നെ പഠനം നിർത്തി വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഒരു പണിയുമില്ലാതെ SFIയുടെ ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കങ്കാണിമാർ ഈ ഹോസ്റ്റലുകളിൽ താമസിക്കുകയാണ്. അവരുടെയാണ് നിയന്ത്രണത്തിലാണ് ഹോസ്റ്റലുകൾ. അവര് പുതുതായിട്ട് വരുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തും, അവരുടെ അനധികൃത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും, ആയുധ സംഭരണശാലകളായി മാറുന്നു, മയക്കുമരുന്ന് സംഭരണശാലകളായി ഇത്തരം ഹോസ്റ്റലുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, ഡ്രഗ് കേന്ദ്രങ്ങളാകുന്നു. അപ്പൊ ഇതിലൊരു സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. കേരളത്തിലെ ക്യാമ്പസുകളുടെ സ്ഥിതി എന്താണ്? കുട്ടികളുടെ വൈകാരികമായ അവസ്ഥ എന്താണ്? അവരെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം സിദ്ധാർത്ഥിന്റെ മരണത്തെ മുൻനിർത്തി കേരളത്തിലെ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് നടത്തണം. ക്യാമ്പസ് ജനാധിപത്യത്തെ സംബന്ധിക്കുന്ന കൃത്യമായ ഗൈഡ് ലൈൻസ് ഇത് ഉറപ്പുവരുത്തുക. അതിനു വേണ്ടി കൂടി ഇത്തരം ജുഡീഷ്യൽ കമ്മീഷൻ ആവശ്യമാണ്. അതോടൊപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഒരു ജുഡീഷ്യൽ ബോഡി കേരള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലാതെ വളരെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച സിറ്റിംഗ് ജഡ്ജിമാരോ വിരമിച്ച ജഡ്ജിമാരോ ഉൾപ്പെടുന്ന വളരെ സ്വതന്ത്ര സമൂഹം ഉൾപ്പെടുന്ന ഒരു ജുഡീഷ്യൽ ബോഡി
ക്യാമ്പസ് അക്രമങ്ങളിൽ കുട്ടികൾ നേരിടുന്ന ഈ അക്രമങ്ങൾക്ക് പരാതിപ്പെടാനും അത്തരം കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും സംസ്ഥാനത്ത് ഉണ്ടാകണം. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ അനിവാര്യമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലാതെ ഈ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്യാമ്പസ് ജനാധിപത്യം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല. കാരണം ഒരു നാടിന്റെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ യുവതലമുറ ജനാധിപത്യത്തെ കുറിച്ച് ബോധവാന്മാരാകണം. അതിൽ ക്യാമ്പസ് ജനാധിപത്യം അനിവാര്യമാണ്. പക്ഷെ ക്യാമ്പസ് ജനാധിപത്യം എന്നത് ഭീഷണിയാണോ? ക്യാമ്പസ് ജനാധിപത്യം എന്നത് SFIയുടെ കടാരമുനയാണോ? മാർക്സിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞുവിടുന്ന കൊടിശ്ശിരിമാരുടെയും കിർമാണിമാരുടെയും ഔദാര്യത്തിൽ ജീവിക്കാനുള്ളവരല്ല കേരളത്തിന്റെ തലമുറ, ഈ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് ഒരു കൃത്യമായ ബോഡി, കുട്ടികൾക്ക് പരാതിപ്പെടാൻ പറ്റാത്തവർക്ക് വന്ന് ക്യാമ്പസുകൾ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്ന, ആ ക്യാമ്പസുകളിൽ സന്ദർശനങ്ങൾ നടത്തി കുട്ടികൾക്ക് പറയാൻ അവസരം നൽകുന്ന, കുട്ടികൾക്ക് പരാതിപ്പെടാൻ അവസരം നൽകുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് ഭരണകൂടത്തിനും നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാവണമെന്നുള്ള ആവശ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. കേരളം യഥാർത്ഥത്തിൽ അതിശക്തമായി പ്രതികരിക്കേണ്ട വിഷയമാണിത്. കേരളത്തിന്റെ രോഹിത് വെമുലയാണ് സിദ്ധാർത്ഥ. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. രോഹിത് വെമുല ഹൈദരാബാദിലെ ക്യാമ്പസിൽ മരണമടഞ്ഞതിന്, അല്ലെങ്കിൽ അത് ആത്മഹത്യയാണെങ്കിൽ ഇത് കൊലപാതകമാണോ എന്ന് പോലും സംശയിക്കണം. ഒരു പാവപ്പെട്ട ദരിദ്ര പശ്ചാത്തലത്തിൽ വരുന്ന ഒരു കുട്ടി, പഠനത്തിൽ മിടുക്കനായ, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മിടുക്കനായിരിക്കുന്ന ഒരു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് ഒരു സമൂഹം, ആൾക്കൂട്ടം, SFIയുടെ ഒരു കൂട്ടം, യൂണിറ്റ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് വിവസ്ത്രനാക്കി നിർത്തി, അവന്റെ ശരീരത്തിൽ 2 ബെൽറ്റുകൾ കൊണ്ട് ആ ബെൽറ്റ് പൊട്ടിപ്പോകുന്ന വരവണ്ണം ക്രൂരമായി മർദ്ദിച്ച് 3 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ ഒരു ഹോസ്റ്റൽ മുറിയിൽ അടയ്ക്കപ്പെട്ടെങ്കിൽ ആ കുട്ടിക്ക് നീതി കൊടുത്തേ മതിയാകും. അതിൽ കേരള സമൂഹം ഒന്നടങ്കം ഇറങ്ങണം. എവിടെ പോയി കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ നിങ്ങൾ ചോദിക്കുകയാണ്? എവിടെ പോയി കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ? അടിമകളാണ്, അടിമക്കൂട്ടങ്ങളാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെയോ അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കെതിരെയോ സംസാരിക്കാൻ നാവില്ലാത്ത ഒരു പിഞ്ചു ബാലന്റെ മൃതശരീരം, അവന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരുണ്ടായിട്ട് പോലും പ്രതികരണത്തിന്റെ ഒരു വാക്കുപോലും ഉരുടിയാത്ത കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തോടുള്ള പുച്ഛം കൂടി ഞങ്ങൾ ഈ വിഷയത്തിൽ, ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നാവ് തുറക്കൂ, പ്രതികരിക്കൂ, ഒന്ന് സംസാരിക്കൂ എന്ന് കേരളത്തിലെ സാംസ്കാരിക ലോകത്തോട് സംസാരിക്കാൻ കൂടി ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒറ്റ കാര്യമായ ഒന്ന്, പോലീസുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ നിയോജക മണ്ഡലമായിട്ടുള്ള കൽപ്പറ്റയിൽ ഉൾപ്പെട്ടതാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റി എന്നുള്ളത് കൊണ്ട് അന്വേഷണം നിലവിൽ നടക്കുന്നത് തൃപ്തികരമല്ല എന്നും പ്രതികൾക്ക് CPIMന്റെയും ഭരണകൂടത്തിന്റെയും സഹായം ലഭ്യമാകുന്നു എന്നുള്ളതും, അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് നേരിട്ട് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിദ്ധാർത്ഥിനെ കൊല ചെയ്ത പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെട്ടവർ VIP പ്രതികളാണ്. TP ചന്ദ്രശേഖരൻ പ്രതികളെ ജയിലിൽ VIP പരിഗണന കൊടുത്തതുപോലെ ഒന്ന്, ഈ പ്രതികളെ ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ് ഈ ആൾക്കൂട്ട വിചാരണയും അക്രമവും നടക്കുന്നതും ആരംഭിക്കുന്നത്. 18-ാം തീയതിയാണ് സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇന്നേ ദിവസം വരെ മുഴുവൻ പ്രതികളെയും പിടിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് അതീവ ഗുരുതരമായ സാഹചര്യമാണ്. അന്വേഷണത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള തെളിവായി ഇത് മാറുകയാണ്. ഇപ്പോ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. സിദ്ധാർത്ഥിന്റെ അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നേരിട്ട് കണ്ടവർ, കൂട്ടുകാരായ നേരിട്ട് കണ്ടതായ വിദ്യാർത്ഥികൾ ഇത് കൊലപ്പെടുത്തിയതും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം തൂക്കിയിട്ടതുമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 302 കൊലപാതകം ചുമത്തേണ്ടതായിരിക്കുന്ന സെക്ഷൻ ചുമത്താതെ
പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നടപടികൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. ഈ മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ കേരളം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും. കോൺഗ്രസിന്റെ പോഷക സംഘടനകളെ, പ്രധാനപ്പെട്ട പോഷക സംഘടനകളെ മുഴുവൻ ഇതിന്റെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. അത് പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് വിദ്യാർത്ഥികൾക്ക് ഭയരഹിതമായി ചെന്ന് പറയാനുള്ള ഒരു പെർമനന്റ് ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാകണം. ഒന്ന്. രണ്ട്, കേരളത്തിലെ ക്യാമ്പസുകൾ, വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉൾപ്പെടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ചെന്ന് പരിശോധിച്ച് ആ ക്യാമ്പസുകൾ എങ്ങനെ പോകുന്നു, ഹോസ്റ്റലുകൾ എങ്ങനെ പോകുന്നു, ഈ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ജുഡീഷ്യൽ കമ്മീഷൻ വേണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു.